ഒന്നും പറയാം, രണ്ടുപേരും പൊളിച്ചടിക്കിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് എനിക്ക് അത്ഭുതപ്പെട്ടു കേട്ടോ. നിങ്ങൾ രണ്ടുപേരും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. ആര്യയുടെയൊക്കെ കരിയറിൽ ഇത്രയും വലിയൊരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് വരെ എനിക്ക് സംശയമായി. ഈ ലുക്കല്ല കേട്ടോ, ആ സിനിമയെ കണ്ടൊരു ഇതാണോ ആ കഥാപാത്രം എന്നിപ്പോൾ ചിന്തിക്കും ഈ ലുക്ക് കാണുമ്പോൾ. എങ്ങനെയാണ് ഈ സിനിമ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ വലിയ സബ്ജക്റ്റാണ്, കേരളം ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റാണ്. ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കഥയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം, നേരിട്ട് അനുഭവിച്ച ഒരാളെ. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചത്? അറിയാം, എനിക്ക് ഓസ്ലർ കഴിഞ്ഞിട്ട് എന്നെ സുനിലേട്ടനാണ് അനുരാജും അഭിനവ് ഇങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ട്, മീറ്റ് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഭിനും അനുരാജും കൂടിയാണ് എന്നോട് ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഭൂസമരം റിലേറ്റഡ് അങ്ങനെയാണ്. അപ്പോൾ ഈ സമരത്തിനെ ലീഡ് ചെയ്യുന്ന ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. അപ്പം അന്ന് എനിക്ക് റെഫറൻസ് പറഞ്ഞത് നമ്മുടെ ജാൻ മാമിനെയാണ്. റെഫറൻസായിട്ട് ആർക്ക് വേണമെങ്കിൽ ജാൻ മാമിനെ നോക്കാം, ജാൻ മാമിനെ മാത്രമല്ല അജയനെ നോക്കാം, നമ്മുടെ ഗൗരിയമ്മേനെ നോക്കാം അങ്ങനെ പറഞ്ഞു. കൂടുതലും നമ്മൾ ജാൻ മാമിനെ ഉള്ളതല്ലേ. അപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരു ഭൂസമരമൊക്കെ നടത്തി ഇപ്പോഴും ലൈവായിട്ട് രംഗത്തുള്ള ഒരാൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലം അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നു. ഇത് ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി, അന്ന് എന്നോട് റാവുള ഭാഷ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയൊക്കെ തപ്പി നോക്കിയിട്ട് എനിക്ക് റാവുള ഭാഷ നമ്മളൊന്നും ഇല്ല, നമുക്ക് സെറ്റിൽ വരുമ്പോൾ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഈ ക്യാരക്ടർ കേട്ടപ്പോൾ എന്താ, എനിക്ക് അന്നേരം അറിയാമായിരുന്നു ഇത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. ഞാൻ പറഞ്ഞു എങ്ങനെ എന്തിൻ്റെ പേരിലാണെങ്കിൽ, രമേഷിൻ്റെ പേരിലാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല എനിക്ക്, പക്ഷെ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണം. കാരണം സ്റ്റോറി കേട്ടിട്ട് ഇത് എനിക്കുള്ള, ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കൂല. കാരണം നമ്മൾ കരിയറിൽ വളരെ റെയറായിട്ടാണ് ഇതുപോലെ നമുക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു റെയർ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ക്യാരക്ടർ. എനിക്കൊന്ന് ഈ ജാനു എന്ന് വെച്ചാൽ സമര ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ ആദിവാസികളിൽ പോരാടിയ ഒരു വ്യക്തിയാണ്. ജാനുവിൻ്റെ ജീവിതം തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു, പിന്നെ വേറൊരു ജീവിതത്തിലേക്ക് ജാനു തിരിച്ചുപോയി, ഓട്ടോമാറ്റിക് വേറെ ജീവിതത്തിലേക്ക് പോയി. അത് ഈ സമരത്തിന് ശേഷമുള്ള ജീവിതവും സമരത്തിന് മുമ്പും സമരത്തിൻ്റെ ഇടയ്ക്കുള്ള ജീവിതം 3 തട്ടിലാണ് ജാനുവിൻ്റെ ജീവിതം. ജാനു എനിക്കൊന്ന് കേരളത്തിൽ പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവാണ്, കേരളത്തിൽ പോലും ഇല്ല എന്നാണ് ഒരിക്കലും പറ്റാമെന്ന് എൻ്റെ അറിവ്. സ്കോട്ട്ലാൻഡിൽ ഞാനങ്ങനെ ബന്ധപ്പെടാൻ നോക്കിയത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഈ സിനിമയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നോക്കിയാണ്. അന്നൊക്കെ ഞാൻ വിളിക്കുന്ന ഒരാളായിരുന്നു, സമരവുമായി ബന്ധപ്പെട്ട് ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ജാനുവിനൊക്കെ വിളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല. ആ ജാനുവിൻ്റെ ജീവിതം ഒരു സ്റ്റൈലുണ്ട് അല്ലേ, അതൊക്കെ ഞാൻ നേരിട്ട് കണ്ട ജാനുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ആ നടപ്പാണെങ്കിലും നോട്ടമാണ്. എനിക്കൊന്ന് ഒരു ആദിവാസി മേഖലയിൽ നിന്ന് വന്നവർ അവർ തലയുയർത്തി പിടിച്ച് നേർക്ക് സംസാരിക്കുള്ളൂ. അവരൊരിക്കലും തല കുമ്പിടില്ല. നമ്മൾ മൊത്തത്തിൽ നമുക്കൊരു കള്ളത്തിനാണെങ്കിൽ തല കുമ്പിട്ടേ സംസാരിക്കുള്ളൂ. പക്ഷെ അവർ നേരായി കണ്ണ് കറക്റ്റ് ലുക്കിൽ കൊടുക്കും. അതൊക്കെ ആ നോട്ടം എല്ലാം എങ്ങനെയാണ് എത്തി? ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസ് എല്ലാവരും കാണുമായിരുന്നു. കാരണം എങ്ങനെയാ സംസാരിക്കുന്ന രീതി, എങ്ങനെയാ ആ ഒരു കാര്യം പറയുമ്പോൾ ഒരു ത്രോ ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ, അത് ഞാൻ ഇരുന്ന് ഹെഡ്ഫോൺ വെച്ചിട്ട് ഇരുന്ന് കേൾക്കുമായിരുന്നു. അതുപോലെ നടപ്പ്, പിന്നെ മാം എഴുതിയ ബുക്ക് ഞാൻ നോക്കിയിരുന്നു. കാരണം അവർ ആദ്യത്തെ ഒരു ടൈം മുതൽ എങ്ങനെ സമരം വരെ, ഞാൻ ബേസിക്കലി അത്ര വായിക്കുന്ന ആളല്ല, പക്ഷെ അറിയണമെന്ന് തോന്നിയോണ്ട് ഞാൻ മാമിന്റെ ബുക്ക് വായിച്ചിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.